അറിയിച്ച നമ്മുടെ യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. ഫരിസേയരും നിയമജ്ഞരും വെറുപെടുത്തു. ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു. നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചു കൂട്ടി പറയും, നിങ്ങൾ എന്നോട് കൂടെ സന്തോഷിക്കുവിൻ, എന്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സത്യവിശ്വാസത്തിന്റെ ഉറവിടങ്ങൾ വിശുദ്ധ ലിഖിതവും പാരമ്പര്യങ്ങളുമാണ്. ഇവ വ്യാഖ്യാനിക്കാനും പഠിപ്പിക്കാനുമുള്ള അധികാരവും അവകാശവും സഭയ്ക്കുള്ളതാണ്. സഭയാകുന്ന അമ്മയുടെ മടിയിലിരുന്ന് വേണം വചനം പഠിക്കുവാൻ. സത്യവിശ്വാസത്തിനെതിരായ പ്രബോധനങ്ങൾ നൽകുന്നവർ സഭയുടെ ആരംഭകാലം മുതൽ ഉണ്ടായിരുന്നു. അവരുടെ പ്രബോധനങ്ങളിൽ നിന്നും വിശ്വാസികളെ രക്ഷിക്കാനും ശരിയായ പ്രബോധനം നൽകുവാനും സഭ എന്നും ശ്രദ്ധ പുലർത്തിയിരുന്നു. ഒരു ശൈത്യകാലം പറഞ്ഞ 104 കണ്ടെയ്നറുകളിലെ ചോളമണികൾ ആ ദേശമാകെ കുമിഞ്ഞുകൂടി. ഇതിന്റെ ഘടമടി ചോളസദ്യ ആഘോഷമാക്കി. ഇത് കണ്ട് ചെറുകാലികളും കറുത്തകാലികളും. പാഠം 13. വിവാഹം. ഒരിക്കൽ ഈശോയെ പരീക്ഷിക്കുന്നതിനായി പ്രീശർ അവിടത്തോട് ചോദിച്ചു, എന്തെങ്കിലും കാരണത്താൽ ഒരുവൻ തന്റെ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അതിന് മറുപടിയായി ഈശോ പറഞ്ഞു, ആദ്യ സ്രഷ്ടാവ് പുരുഷനും സ്ത്രീയുമായി അവരെ സൃഷ്ടിച്ചുവെന്നും അതിനാൽ പുരുഷൻ തന്നെ അപ്പനെയും അമ്മയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കുകയും അങ്ങനെ അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്നും അവിടുന്ന് അരുളി ചെയ്തിട്ടുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതിനാൽ അവർ രണ്ടല്ല, ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം യോജിപ്പിച്ച് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. സ്നേഹം തന്നെയായ ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമുള്ള കഴിവ് അവന് നൽകി. പരദീസയിലെ സർവ്വ സൗഭാഗ്യങ്ങളുടെയും മധ്യത്തിലും മനുഷ്യൻ ഏകനയിക്കുന്നല്ല എന്ന് ദൈവം കണ്ടു. അവനെ സ്നേഹിക്കാനും ഒരു തുണിയെ ദൈവം നൽകി. ആദം ഹവ്വയോട് ചേരുകയും അവർ ഇരുവരും ഒരു ശരീരമാവുകയും ചെയ്തു. ഇപ്രകാരം ദൈവം അവരെ ഒന്നിപ്പിച്ചത് തന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുകാരാകാൻ വേണ്ടിയാണ്. ആദ്യ മാതാപിതാക്കളെ അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. ഓരോ ആത്മയാനും ലോകത്തിന്റെ മുമ്പിൽ ഉദ്ധരണത്തിന്റെയും ഈശോയുടെ ജീവന്റെ സാക്ഷിയും ജീവനുള്ള ദൈവത്തിന് അടയാളമായിരിക്കണം. എല്ലാവരും ഒറ്റക്കൊറ്റയ്ക്കായി കൂട്ടങ്ങളും തങ്ങളുടെ കഴിവിനൊത്ത് ലോകത്തിൽ ആത്മിക ഫലങ്ങളാൽ ധന്യമാകാൻ കടപ്പെട്ടിരിക്കുന്നു. സുവിശേഷത്തിൽ കർത്താവ് ഭാഗ്യവാന്മാർ പ്രഖ്യാപിച്ച ദരിദ്രരും ശാന്തശീലരും സമാധാനം ഉണ്ടാക്കുന്നവരിൽ ചൈതന്യം പങ്കിടുന്നു. മനോഭാവ ലോകത്തിൽ ചൊരിയുന്നതിന് അവർക്ക് കടമയുണ്ട്. ഒറ്റവാക്കാൽ ശരീരത്തിൽ ആത്മാവെന്ന പോലെയാണ്
വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാൻ അധികാരം ലഭിക്കുന്നുവെന്ന് പട്ടക്രമം സൂചിപ്പിക്കുന്നുണ്ട്. തിരുസഭയിൽ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിനു മുൻപാകെ ദൈവവചനമാകുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങൾ വിശ്വസ്തതാപൂർവം വായിക്കുന്നതിന് ഇയാൾ അങ്ങയുടെ കാരുണ്യത്താൽ യോഗ്യനാകുകയും ചെയ്യട്ടെ. ഈ പ്രസ്താവനയ്ക്ക് ശേഷം പഴയ നിയമ വായന പുസ്തകമോ ജീവന്റെ പുസ്തകമോ മെത്രാൻ കാറോയ പട്ടം സ്വീകരിച്ചവർക്ക് കൊടുക്കുന്നു. അതായത് പഴയ നിയമം വായിക്കാനും ജീവന്റെ പുസ്തകം വായിക്കാനുമുള്ള അധികാരമാണ് അവർക്ക് സിദ്ധിക്കുന്നത്.